ഇതാണ് നമ്മുടെ പുതിയ വീട്. നമ്മൾ ഇതിൽ വാൾപേപ്പർ പ്ലസ് കർട്ടൺ ബ്ലൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കർട്ടൺ ബ്ലൈൻസ് റോമൻ ബ്ലൈൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ആദ്യം ഹാളിലാണ് എത്തിയിട്ടുള്ളത്. ഹാളിൽ ആദ്യം ചെയ്തിട്ടുള്ള സ്ഥലമാണിത്, പ്രയർ യൂണിറ്റിൻ്റെ അവിടെയുള്ള വാള്. അവിടെ നമ്മൾ ഈ ഡിസൈനാണ്, കൊറിയൻ ടൈപ്പ് വാൾപേപ്പറാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത് ടി വി യൂണിറ്റ്, അതൊരു മാർബിൾ ടൈപ്പ് ഡിസൈൻ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കേസ് ഏരിയ ആണ്, അതിൻ്റെ അവിടെ ഒരു കോണിപ്പടിയുടെ സൈഡിലായിട്ട് നമ്മൾ ഒരു ടെക്സ്ചർ പെയിൻറ്റിങ്ങിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വാൾപേപ്പർ. ഇവിടെ ഇനി ഓൾറെഡി ബ്ലൈൻഡ്സ് വരാണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂഷൻ വരും. ഇത് നമ്മൾ ഡൈനിങ് ഏരിയയിലുള്ളൊരു വാൾപേപ്പറാണ് കണ്ടത്. വാഷിംഗ് ബേസിൻ്റെ അവിടെ ഒരു ലീഫിൻ്റെ വാൾപേപ്പർ. പിന്നെ അതിൻ്റെ ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാണ് ഹാള് വരുന്നത്. ഇത് നമ്മുടെ ബ്ലൈൻഡ്സ് കാരണം ഇത് രണ്ടാമത്തെ. അതിൻ്റെ സൈഡിൽ നമ്മൾ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. പിന്നെ ഇത് സ്റ്റെയർ കേസിൻ്റെ അവിടെ ഉള്ളത് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും ബ്ലൈൻഡ്സ്. ഇത് ഹാളിലെ ബ്ലൈൻഡ്സ്. പിന്നെ ഇവിടെ വാൾപേപ്പർ പ്രയർ യൂണിറ്റിൻ്റെ അവിടെ, തൊട്ടപ്പുറത്ത് ടി യൂണിറ്റിൻ്റെ അവിടെ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇത് നമ്മൾ ബ്ലൈൻഡ്സ് പറഞ്ഞാൽ റോമൻ ബ്ലൈൻഡ്സ് പറഞ്ഞാൽ. അടുത്ത നമ്മൾ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതിൽ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഡിസൈനുള്ള ടൈപ്പാണത്. അത് കഴിഞ്ഞാൽ വാഷിംഗ് ബേസിൻ്റെ ഏരിയ. ഡൈനിങ് ഏരിയ, ബ്ലൈൻഡ്സ് സീബ്ര. ഇതടുത്തത് ഒരു ബെഡ്റൂമാണ്. അതിൽ രണ്ടിലും റോമൻ ബ്ലൈൻഡ്സ്. കിച്ചൺ